മിശിഹായിൽ പ്രിയമുള്ള ശാലോ പ്രേക്ഷകരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1, 2, 3 തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയത്തെ പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. പ്രൈസ് ദി ലോർഡ്. ഈ വചനവുമായി കൂട്ടി വായിക്കാവുന്ന മറ്റ് 2 വചനഭാഗങ്ങൾ കൂടി ഞാനിവിടെ ഉദ്ധരിക്കാം. സങ്കീർത്തനം 33, 10, 11 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം മനുഷ്യൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവൻ്റെ പദ്ധതികളെ തകർക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, ദൈവത്തിൻ്റെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. വീണ്ടും യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികളും എൻ്റെതുപോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഈ വചനഭാഗങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു, മനുഷ്യൻ്റെ പദ്ധതിയും പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും വ്യത്യസ്തമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്, നമ്മളെപ്പറ്റി ഒരാലോചനയുണ്ട്. എന്നാൽ പലപ്പോഴും അത് ദൈവത്തിന് നമ്മോടുള്ള പദ്ധതിയുമായി, നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുമായിട്ടും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാനുമായിട്ടും ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ മനുഷ്യൻ്റെ പദ്ധതികളും ആലോചനകളും വിജയത്തിലേക്ക് കടന്നു പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ നമ്മുടെ പൂർവ്വ പിതാവായ ജോസഫിനോട് അസൂയ തോന്നിയ ജോസഫിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ജോസഫിനെ ഒട്ടക്കയിലിട്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവരുടെ പദ്ധതി സഫലീകരിക്കപ്പെട്ടില്ല. ജോസഫ് മിദിയാൻകാർക്ക് വിൽക്കപ്പെടുകയും ഈജിപ്തിലെത്തുകയും അവിടെ പല പ്രയാസങ്ങളിലൂടെ, പല പരീക്ഷണങ്ങളിലൂടെ ജോസഫ് കടന്നു പോവുകയും അവിടെയൊക്കെ ജോസഫ് തൻ്റെ പദ്ധതി ഉപയോഗിക്കാതെ, തൻ്റെ ആലോചന ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ ഈജിപ്തിലെ രാജാവിന് 2ാമനായി ജോസഫ് മാറുകയും ജോസഫിലൂടെ ജോസഫിൻ്റെ സഹോദരങ്ങളും ഇസ്രായേൽ ജനത മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. ജോസഫ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറി. ജോസഫ് ഇങ്ങനെ ആയതിൻ്റെ കാരണം ജോസഫ് തൻ്റെ മാനുഷികമായ പദ്ധതി അനുസരിച്ചല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചാണ് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. ദൈവം അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. മാനുഷികമായ പദ്ധതികൾക്ക് വശംവദരായ ജോസഫിൻ്റെ സഹോദരങ്ങളുടെ പദ്ധതികൾ പൊളിയുകയും, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ അനുകരിച്ച് ജോസഫിൻ്റെ പദ്ധതികൾ വിജയം വരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ ദാവീദ് ഇടയച്ചെറുക്കനായിരിക്കെ ഫിലിസ്തീയരും ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായപ്പോഴത്തേക്ക് ഫിലിസ്തീയരിലെ ഭീകരനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചപ്പോഴത്തേക്ക് ദാവീദ്
ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന് സൗൾ രാജാവിനെ അറിയിക്കുന്നു. സൗൾ രാജാവ് ഉടൻ തന്നെ തൻ്റെ പടച്ചട്ടയും തൻ്റെ യുദ്ധക്കോപ്പുകളും ഒക്കെ ദാവീദിന് നൽകുന്നു. എന്നാൽ അതൊന്നും സ്വീകരിക്കുവാൻ ദാവീദ് തയ്യാറായില്ല. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയും തൻ്റെ സന്തത സഞ്ചാരിയായിരുന്ന കവിണയും അരുവിയിൽ നിന്ന് പെറുക്കിയ 5 കല്ലുകളുമായി ഗോലിയാത്തിനെ നേരിടുകയും ഗോലിയാത്തിനെ കൊല്ലുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ രണ്ടിടത്തും നമ്മൾ കാണുന്നത് മാനുഷിക പദ്ധതികൾക്ക് ഉള്ള പരാജയവും ദൈവിക പദ്ധതികൾക്കുള്ള വിജയവുമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്, നമ്മുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പദ്ധതിയും പ്ലാനും അനുസരിച്ചാണ്. പലപ്പോഴും അത് പരാജയത്തിൽ കലാശിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറി ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നാം തിരിച്ചറിയുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിലെ അസ്വസ്ഥതകൾക്കും വഴക്കുകൾക്കും സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കുമൊക്കെ കാരണം ഓരോരുത്തരും അവരവരുടെ പദ്ധതി അനുസരിച്ച് അവരവരുടെ പ്ലാൻ അനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതുകൊണ്ടാണ്. എന്നാൽ അതിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് നമ്മളിലുള്ള ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ, കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ, സമൂഹത്തിലുള്ള അസ്വസ്ഥതകൾ എല്ലാം മാറിപ്പോകും എന്ന് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമയോടെ ജീവിക്കുവാനൊക്കാത്തത്? എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ ഒരുമയോടെ ഒരുമിച്ച് ഐക്യത്തിൽ ജീവിക്കാനൊക്കാത്തത്? ഇവിടെയൊക്കെ ഈ സ്വന്തം പദ്ധതിയും പ്ലാനും അനുസരിച്ച് അവരവരുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിൽ നിന്ന് നമ്മളിലൊരു മാറ്റമുണ്ടാകണം. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സക്കേവൂസ്. നമ്മൾ സക്കേവൂസിൻ്റെ സംഭവം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, സക്കേവൂസ് കർത്താവിനെ പറ്റി കേട്ടപ്പോൾ കർത്താവിനെ കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതിനായിട്ട് പൊക്കം കുറവായവൻ ആൾക്കാർക്ക് മുമ്പേ ഓടി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി. എന്നാൽ കർത്താവിന് സക്കേവൂസിനുള്ള പദ്ധതി മറ്റൊന്നായിരുന്നു. സക്കേവൂസ് കർത്താവിനെ കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ കർത്താവ് ആഗ്രഹിച്ചത് സക്കേവൂസിന് രക്ഷ നൽകുവാനാണ്. കർത്താവ് പറഞ്ഞ്, സക്കേവൂസ് നീ താഴേക്ക് ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. അവൻ സക്കേവൂസുമായിട്ട് സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഭക്ഷണത്തിലിരുന്നു. ഈ യാത്രക്കിടയിലായിരിക്കണം സക്കേവൂസ് യേശുക്രിസ്തുവിന് തന്നെപ്പറ്റിയുള്ള പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കി. ഭക്ഷണത്തിലിരിക്കുമ്പോൾ സക്കേവൂസ് എഴുന്നേറ്റ് എന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. ഞാൻ ആരെയെങ്കിലും തട്ടിച്ചോ പറ്റിച്ചോ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം 4 ഇരട്ടിയായി തിരികെ കൊടുത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പദ്ധതി തെറ്റാണെന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി പ്രാവർത്തികമാക്കിയപ്പോൾ സക്കേവൂസിനും കുടുംബത്തിനും രക്ഷപ്പെട്ടു. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11 നാം ഇങ്ങനെ വായിക്കുന്നില്ലേ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഇടപെടുത്തും, ഞാൻ നിങ്ങളെ പ്രാർത്ഥന കേൾക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ അവിടേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. കർത്താവായ യേശുവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മളെ ഓരോരുത്തരെയും നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുക എന്നതാണ്. ഈ പദ്ധതി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുമ്പോൾ, യോസഫിനെ പോലെ, ദാവീദിനെ പോലെ, സക്കേവൂസിനെ പോലെ നാം ക്രമീകരിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും
അതിനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് തിരുവചനം കൂടി ഓർക്കാം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, ദൈവം ഹൃദയത്തെ പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ സമർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലം. നമ്മളെ സമ്പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കണം. കർത്താവായിരിക്കണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ചല്ല നാം ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. പ്രത്യുത ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അപ്പോഴത്തേക്ക് ദൈവഹിതം നാം ഓരോരുത്തരിലും പൂർത്തിയാകും. പ്രൈസ് ദി ലോർഡ്.